ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം ഞാൻ ഇന്ന് 18ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി, ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചു, പാല് തിളപ്പിച്ച് വെച്ചു, എന്നിട്ട് മക്കളെ പോയി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം അക്കുനെയും അമ്മനെയും കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. കിച്ചു ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. പിന്നെ ഞാൻ കാണിക്കുന്നത് ഈവനിങ്ങിലാണ് കേട്ടോ. ഈവനിങ്ങിൽ പിന്നെ ഞാൻ മക്കൾക്ക് സമൂസ, അങ്ങനെ പപ്സ്, സ്നാക്സൊക്കെ വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കയറി. ഇന്ന് ജൂലിയെ കാണുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് വന്നത്. അത് കാരണം ജൂലി ഇതേ അങ്ങ് അറ്റത്ത് കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് 1 അവർ നേരത്തെ വന്നു. ജൂലിയെ ഇന്ന് കണ്ടില്ല. അങ്ങനെ കിച്ചണിൽ കൊണ്ടുപോയി എല്ലാം കൊണ്ട് മസ്ക് മില്ലനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ തുണിയൊക്കെ എടുത്ത് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്ന് ഒരു തിരി കത്തിച്ച് വെച്ചു. പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്ന് ഖുർആൻ ഓതി. അതിനുശേഷം ഞാൻ മക്കളെ പുറത്തോട്ട് പോയി നോക്കിയപ്പോൾ മക്കൾ രണ്ടുകൂടെ ഒന്ന് ആടി ഉലാത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് ഞാൻ അവരെ വെളിയിലോട്ട് നോക്കി നിൽക്കുകയാണ്, കാണുന്നില്ല. പിന്നെ നമുക്ക് പതുക്കെ രണ്ടും കൂടെ ഉലാത്തി വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ രണ്ടും കൂടെ ഡാൻസൊക്കെ കളിച്ച് പാട്ടും പാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, എന്നെ കാണിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നപ്പോൾ ജൂലി എന്നെ വിടുന്നില്ല. എൻ്റെ കാലി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ. എന്തൊക്കെയോ പറയുമോ എന്നോട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഞങ്ങളിന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ എന്താണ് തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ കറി റെഡിയായി. പിന്നെ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചു, ചായ തിളപ്പിക്കാൻ വെച്ചു. ഒരടുപ്പിൽ ഇരുന്ന് ചിക്കൻ കറി അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. അങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പം ചുടുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ചുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്ക് മില്ലൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് കട്ട് ചെയ്തും വെച്ചു, കുറച്ച് ജ്യൂസ് അടിക്കാനും എടുത്തു. ജ്യൂസ് അടിക്കാൻ നോക്കിയാൽ പാലില്ല കേട്ടോ, പശുവും പാലേ ഉള്ളൂ. അപ്പോൾ കിച്ചുവിനെ പാൽ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടേ. കിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പം ഒരു കൈ വെച്ച് ഫേസ് പൊത്തി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ പാല് കിച്ചു കൊണ്ടുവന്നു. കവർ പാലിനാണ് ഞങ്ങൾ ജ്യൂസ് അടിക്കുന്നത്. അങ്ങനെ അക്കും അമ്മ കൂടെ അവർക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം രണ്ടുപേരുടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എൻ്റേത് കോപ്പി അടിച്ച് രണ്ടും കൂടെ എടുക്കുകയാണ്, എന്നിട്ട് രണ്ടുപേരുടെ എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് ഞാൻ. പിന്നെ അതിനുശേഷം പിന്നെ ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി, ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ എന്താണ് സമൂസ എടുത്ത് വെച്ചു. പിന്നെ ജ്യൂസൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചു. അക്കൂനും അമ്മൂനും മസ്ക് മില്ലൻ ജ്യൂസ് വേണ്ട, റോസ് മിൽക്ക് മതിയെന്ന് പറഞ്ഞേ. അപ്പോൾ അത് കാരണം അവർക്ക് രണ്ടൊക്കെ ഞാൻ കസകസൊക്കെ ഇട്ട് നല്ല അടിപൊളി റോസ് മിൽക്ക് ഉണ്ടാക്കി വെച്ചു. രണ്ടുപേർക്കും കൂടെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് രണ്ടുക്കും റോസ് മിൽക്ക് ഒഴിച്ച് വെച്ചു. പിന്നെ ചായ എനിക്കും ഫാദിക്കും കിച്ചുവിനും ഒഴിച്ച് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്. പിന്നെ ഇത് സവാളയുടെ ചെറിയ ചെറിയ ബജ്ജിയാണ് കേട്ടോ. പിന്നെ ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്, പരിപ്പ് വട ദുആ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാനെല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചു. ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചിട്ട് ദുആ ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരുടെ നോമ്പ് ഉറക്കുകയാണ് കേട്ടോ. എല്ലാം നിരത്തി വെച്ച് ഞങ്ങൾ ദുആ ചെയ്ത് എല്ലാവരും കൂടെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ എല്ലാവരും വയറ് ഫുള്ളായെന്ന് പറഞ്ഞ് പോയി അവിടെ കിടക്കുകയാണ് കേട്ടോ. അക്കു അമ്മു കിച്ചു എല്ലാവരും അവിടെ പോയി കിടപ്പുണ്ട്. ഫാദിയുടെ മണ്ടയ്ക്കോട്ടാ അക്കു പോയി കിടക്കുന്നത്. അമ്മു ബാക്കിൽ കൂടെ ഒക്കെ നോക്കുന്നുണ്ട്. അവൻ എന്തോ വീഡിയോ വെച്ച് കാണുകയാണ്. ഇവരെല്ലാം അവൻ്റെ മൊബൈലിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം കിച്ചു ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കിച്ചു എല്ലാം അവൻ്റെ ബാഗൊക്കെ എടുത്ത് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുറത്ത് വരെ പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഫാദിക്ക് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാദിക്ക് ഞാൻ പാലപ്പവും ചിക്കൻ കറിയൊക്കെ കൊടുത്തു. അങ്ങനെ ഫാദി പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ മക്കളെ വീട് പൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പോയി എനിക്ക് മക്കളുടെ ആധാർ കാർഡ്, ഇവിടുത്തെ ആധാർ കാർഡ് അഡ്രസ്സ് ആക്കണമായിരുന്നു കേട്ടോ. മറ്റേത് കേരളത്തിലായിരുന്നു ഇരുന്നത്. പിന്നെ ഇവിടുത്തെ അഡ്രസ്സാക്കി എടുത്തു. പിന്നെ ജൂലി കിടന്ന് ഉറങ്ങുന്നുണ്ട്. തിരിച്ച് പതുമ്മി ഞാൻ കയറി വരുവാണ്. ഇവർ പഠിക്കുവാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പതുക്കെ കയറി വരുവാണ്. പഠിക്കുവാണ് കേട്ടോ. നാളെ തമിഴ് എക്സാമാണ്. ഇവർക്ക് തമിഴ് അങ്ങനെ അധികം അറിയത്തില്ല, എന്നാലും പഠിക്കും, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ആരോ ബെല്ലടിക്കുന്നു. പോയി നോക്കിയപ്പോൾ കിച്ചു ആണ് കേട്ടോ. കിച്ചു ആണെങ്കിൽ ജിമ്മിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവർ ത്രാവി നിസ്കരിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അമ്മു പർദ്ദയൊക്കെ എടുത്ത് ഇടുവാണ്. അമ്മുന് എന്തോ ഇന്നൊരു വിഷമമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, ഒരു മൂടില്ല വീഡിയോ എടുത്തിട്ട്. നിന്ന് പർദ്ദയൊക്കെ എടുത്ത് ഇടുകയാണ്. അതിനുശേഷം പിന്നെ ഹിജാബൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെ സ്വയമേ എല്ലാമേ കുത്തി വെച്ചു. അപ്പോൾ അതിനുശേഷം കിച്ചു അക്കും കൂടെ പള്ളിയിൽ പോവാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഡാൻസ് കളിയാണ്, എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരുടെ ത്രാവി നിസ്കരിക്കാൻ പോയി. പിന്നെ ഞാൻ പോയി നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ചിട്ട് വന്നപ്പോൾ തന്നെ അക്കു വന്ന് ബെല്ലടിച്ചു. എനിക്ക് ചായയായിട്ട് അക്കു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ഇന്ന് ബിസ്ക്കറ്റൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. പിന്നെ അതിനുശേഷം അക്കു അകത്തോട്ട് കയറി വന്നു. അമ്മുനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. അമ്മു ലേറ്റായാണ് അമ്മു കിച്ചും വന്നത്. പിന്നെ ഞാൻ ചിക്കൻ കറിയും അപ്പമൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ട് വെക്കുകയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ.
താങ്ക് യു.